അപ്പൊ ഞങ്ങള് വയനാട്ടിലേക്ക് പോവാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച കോളേജ് നോക്കാൻ മൂന്നാറ് പോയി, ഈ ആഴ്ച വയനാടാ പോണല്ലേ. ഇക്കാക്ക് കൊറേ കോൾ ചെയ്യാണ്ട് കേട്ടോ. ഒന്നിപ്പോ ഷോപ്പ് ഉണ്ട്, പക്ഷെ ഷോപ്പില് കുട്ടികളെ ഏൽപ്പിച്ച് പോന്നിക്കാണ്. കുട്ടികളെ എല്ലാ ഷോപ്പത്തെ ആളെ, അപ്പൊ അതുകൊണ്ട് കൊറേ കാര്യങ്ങൾ ഏൽപ്പിക്കാണ്ട്. വിഷുവിന് പൊറോട്ട, ചിക്കൻ കറി അല്ലേ. ഇക്കാക്ക് നൂൽപുട്ടും നല്ല അയിലക്കറി. ഇക്കാക്ക് അത്ര വലിപ്പമുള്ള ഒരു അയിലക്കറി. എനിക്ക് പത്തിരി ചിക്കൻ കറി. ഇവിടെ പിന്നെ ഒന്നുമില്ല, പട്ടിണി. അപ്പൊ ഞങ്ങൾ ഏതായാലും വയനാട് പോവല്ലേ വിചാരിച്ചിട്ട് രാവിലെ 7 മണിക്കാട്ടാ നമ്മള് പോകുന്നത്. പക്ഷെ ഫുഡൊന്നും കഴിച്ചില്ല, കാരണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് താമരശ്ശേരിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ച്. ഇപ്പൊ വയനാട്ടിലേക്ക് പോകണം, ചുരം കയറണം. എന്നിട്ട് നേരെ കോളേജിലേക്ക് പോവും. കോളേജ് നോക്കി ഇഷ്ടപ്പെട്ട അവിടെ തന്നെ, അല്ലെങ്കിൽ പിന്നെ മൂന്നാറ്. നമ്മളിപ്പോ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വയനാട് ചുരം കയറുമ്പോ നമുക്കൊരു സന്തോഷാണ് അല്ലേ. അപ്പൊ ഋഷു പറയണേ ചുരം കയറുമ്പോ സന്തോഷാണ്, പക്ഷെ ഇറങ്ങുമ്പോ ഭയങ്കര വിഷമാണ്. അപ്പൊ നമ്മളിങ്ങനെ കയറുകയാണല്ലോ, നമുക്ക് സന്തോഷം. ഇറങ്ങി വരുന്നവർക്ക് ഭയങ്കര സങ്കടമാണ്. കൊറങ്ങനോട് സലാം പറയാ ഋഷു. അതാ ഋഷു. ഋഷുവിന്റെ ഫ്രണ്ട്സുകളൊക്കെ അതവിടെ. അപ്പൊ നമ്മള് വയനാട് എത്തിട്ടോ. ഇനി നേരെ കോളേജിക്ക് പോവാണ്. പ്രിൻസിപ്പള് വിളിച്ചിരുന്നു കേട്ടോ റൂട്ടൊക്കെ പറഞ്ഞു തരാന്. ഇതാണ് കേട്ടോ കോളേജ്. ഇപ്പൊ ഇവിടെയാണ് അവള് പഠിക്കണ വെച്ചാ ഫ്രണ്ട്സിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെയാണ് കമ്പനിക്ക് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. നേരിട്ട് കാണാം. ഋഷു ഒരിക്കലും മിസ് ചെയ്യില്ല. ഞാൻ എന്തായാലും മണ്ണിനെ മിസ് ചെയ്യില്ല. ശരിയാണ്, കാരണം ഞാനൊരു ഫോട്ടോ എടുത്തേക്കാം. അങ്ങനെ മോളുവിന്റെ കോളേജ് ഹോസ്റ്റലൊക്കെ കണ്ടു കേട്ടോ. ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയണേ നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ. ഋഷുവിനാണെങ്കിലും ഇവന് വെക്കേഷൻ അടിച്ചു പോയി. മോനാണ് ഇന്ന് മദ്രസ തുറന്നിട്ടോ. നാളെ മദ്രസ ഉണ്ട്. അപ്പൊ മദ്രസ പോവാതിരിക്കാനുള്ള ഐഡിയ ആണ്. പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ മാങ്ങ ഉപ്പിലിട്ടപ്പോ അത് തിന്നാനൊരു കൂടി. എരിവുണ്ട്. സ്റ്റേ ചെയ്യുന്ന റിസോർട്ടാണ്. എന്താണ് കുൻഫുദ. കുൻഫുദ പോയി നോക്കാം. ഇത് കണ്ടിട്ടല്ലേ വന്നിക്കണത്. ഇവിടെ തന്നെ നിന്നവേ. ചെറിയ റിസോർട്ടാണ്. രസം കിട്ടോ, രസം. അപ്പൊ ഈ റിസോർട്ട് തന്നെ ഫിക്സ് ചെയ്തു കേട്ടോ. ഇക്കാക്ക് കുറച്ച് ഉള്ളേരിയിലേക്ക് ആവണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇത്ര പോവണ്ട, കാരണം 2 മണി ആവാനായിക്കും. 2 മണിയാണ് കേട്ടോ ചെക്ക് ഇൻ ടൈം. ഡൈനിങ് ടേബിളും സെറ്റൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ റൂമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത് വരാത്തോണ്ടേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടല്ലേ നോക്കണേ. അപ്പൊ ഇത് സ്യൂട്ട് റൂമാണ് കേട്ടോ. 5000 ആണ് റേറ്റ് വരുന്നത്. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. റിസോർട്ടിൽ എന്താ ഷെഫിന് എന്തോ ലീവാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിനാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കണേ. ഓൾക്ക് പ്ലേറ്റ് ആണ് സദ്യ. നമ്മളെ ഇലയണിലെ ഋഷുവിന് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കുറച്ച് കള്ളൻ, പക്ഷെ വെജ് ഫ്രൈഡ് റൈസ് ആണ്. വെജ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് എനിക്കും ഇക്കാക്കും നല്ല ഇലയിൽ വിളമ്പിയ സദ്യ. എങ്ങനെയുണ്ട്? ഓ, രസമൊക്കെ കോരി കുടിക്കണതാ. ഇഷ്ടായോ? കുറേ കാലമായിട്ടോ സദ്യ നിന്നിട്ട്. ഓണത്തിന് സദ്യ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇലയിൽ ഇങ്ങനെ സദ്യ തിന്നണത്. വല്ലപ്പോഴും അല്ലേ. പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ സദ്യ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിട്ടോ. വടി വിചാരിച്ച് ഇറങ്ങിയപ്പോൾ രസമാണ്. പക്ഷെ എന്താ അറിയോ, എനിക്ക് വേഗം മടുക്കും. കുറച്ചു നേരം വെള്ളത്തിൽ ഇരുന്നാൽ പിന്നെ വേഗം കയറാൻ തോന്നും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ നഗറ്റ്സും പിന്നെ മോമോസും ആണ് കേട്ടോ. ഇവിടെ ഋഷു മോളൊക്കെ തീറ്റ തുടങ്ങിട്ടോ. ഇത്രയും നേരം സ്വിമ്മിംഗ് പൂളിൽ ഇരുന്നിട്ടോ. മറ്റേ പുറത്ത് നല്ല മഴ പെയ്യുമ്പോഴാണ് സ്വിമ്മിംഗ് പൂളിൽ കളിച്ചീന്. നമ്മളെ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. സംഭവം ഒരു കുഞ്ഞു റിസോർട്ടാണെങ്കിലും രസമാണ് കേട്ടോ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ.
DJ റൂമിലാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല ഡാൻസും പാട്ടുമാണ്. അപ്പൊ ഞങ്ങളും കയറിയതാ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഒന്നുണ്ട് ആരുമില്ല ഇതില്. പാവം സ്വിമ്മിംഗ് പൂൾ ഒഴിഞ്ഞടക്കാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോണത്. വണ്ടി എടുക്കണില്ല, കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടി എടുക്കണ്ടല്ലോ, ഒന്ന് നടന്ന് വ്യായാമം എടുക്കാന്ന് വിചാരിച്ചു. മസാലയാണ് ഇവിടെ. ദോശയും സാമ്പാറും. ഞാനും ദോശയും സാമ്പാറുമാണ് തന്നെ. റിഷുവിന് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അവിടെ. ഓന് മുതലാക്കാം, അല്ലെങ്കിൽ റിസോർട്ടിലൊക്കെ വന്ന ഓനെന്നെ മുതലാക്കലുള്ളൂ കേട്ടോ. ഞങ്ങൾ മടി പിടിച്ച റൂമിൽ ഇരിക്കലാണ്. ഋഷു ഞങ്ങൾക്ക് ആട്ടിത്തരികയാണ് കേട്ടോ. ഞാനും ഉണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്. പക്ഷെ എന്താന്നറിയോ, നല്ല വെയിലാണ്. എന്നാലും ഇപ്പൊ അധികം ആരും പാർക്കിലില്ലാത്തോണ്ട് ഞാൻ ഒന്ന് ആടി വെക്കാണ് കേട്ടോ. സംഭവം ഈ ആട് എന്ന് പറഞ്ഞ എത്ര പ്രായമായാലും രസമുള്ള കാര്യല്ലേ ഊഞ്ഞാലാട്ടം. എന്താ പേര്? ഇവിടെ അടിച്ചു വരുന്ന താത്തണ്ടല്ലോ, അതിന്റെ മോളാണ് കേട്ടോ. പേരെന്താ? എന്നോ ഒക്കെ നാണയിക്കട്ടോ. പേരെന്താ ചോദിച്ചപ്പോ എന്ന് അറിയണ്ടേ. ഏതായാലും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നേ മുതല് ഇക്കവിടെ ഫോണിലും കളിച്ചിരിക്കാണ് കേട്ടോ. മോളാണെങ്കിൽ റൂമിൽ പോയി കേട്ടോ. ഓനക്ക് രണ്ടാക്കും അങ്ങനത്തേനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാനും ഋഷു മാത്രമാണ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യണേ. രസമുണ്ടല്ലേ ഇവിടെ കാണാം. നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ പ്ലേസാ. ചെറിയൊരു പോണ്ട് അല്ലേ. ചാമ്പക്ക ഉണ്ട് കേട്ടോ അവിടെ. വെള്ള ചാമ്പക്ക എന്ന് പറയുന്ന ചാമ്പക്ക ഉണ്ടല്ലോ, കണ്ടോ? കണ്ടപ്പോ ഒന്ന് പറിച്ചതാ. ഇക്ക അവിടെ വന്നാണ്ട് ഊഞ്ഞാലാടി കുത്തിരിക്കട്ടോ. ഋഷുവിനെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും ചെക്കൗട്ട് ആവുകയാണ്. അപ്പൊ ഇവിടുന്ന് കഫേന്ന് ഓന് സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ, അത് തിന്നിട്ട് പോവാന്ന് വിചാരിച്ചു. രാവിലെ ഇറങ്ങിയതല്ലേ സ്വിമ്മിംഗ് പൂളിൽ, നല്ല വിളയാട്ടിരുന്നു. അപ്പൊ നല്ല വിശപ്പും ഉണ്ടാവും. നമ്മളങ്ങട്ടാ പോണേ. റിസോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഇനി പോണത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലേ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗ്ലാസ് ബ്രിഡ്ജിക്ക് ഓഫ് റോഡാണ് കേട്ടോ പോണത്. അപ്പൊ ഞങ്ങള് 2 ഫാമിലി ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട്. ഒറ്റക്ക് പോണെങ്കിൽ നല്ല ചാർജ് ആവും കേട്ടോ. 1500 രൂപയാണ്. ഇപ്പൊ 2 ഫാമിലി ഷെയർ ഇട്ട് പോവാണ്. ഓഫ് റോഡാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. പറയപ്പെട്ട ഗ്ലാസ് ബ്രിഡ്ജ് സംഭവം നൈസാണ്. പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിലാണ് കുറച്ച് പണി. ഇനി നെക്സ്റ്റ് എന്താണെന്നറിയോ, വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല ഉയരത്തിലുള്ള ഒരു ഹട്ട് ഉണ്ട്. അതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കാണാം. എന്ത് ടീംസാ ഞങ്ങളെന്നറിയോ. വ്യൂ പോയിന്റ് കാണാൻ അങ്ങോട്ട് കയറാൻ മടിയാണ്. എന്തിനാ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറിയത്? സത്യം പറഞ്ഞാൽ എനിക്കും മടിയാണ് കേട്ടോ. അപ്പൊ ആരും പോണില്ല. അതേപോലെ ഞങ്ങൾ ഊഞ്ഞാലും അടിയില്ല കേട്ടോ. ഊഞ്ഞാലാടാനും കുറച്ച് പേടിയുണ്ട്. പിന്നെന്താലേ, വിഷുവിന് പേടിയുണ്ടോ? എല്ലാരും പേടിയുണ്ട്. പിന്നെ കുറച്ച് മടിയാണ്. എന്താ പറ്റുള്ളൂ അറിയോ, വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചാണ് അവരോട്, നമുക്ക് വീട്ടിലിരുന്നാ പോരല്ലേ, ഇങ്ങനെ ട്രിപ്പ് പോരണോ? ഇതിറ്റങ്ങൾക്ക് രണ്ടാക്കാണ് ഭയങ്കര മടി. ജസ്റ്റ് റിസോർട്ടിൽ ഇരുന്നിട്ട് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാനും കൂടി മടി. നമുക്ക് ഇഷ്ടമുള്ളത് അതിനൊക്കെ ഞാനും റിഷു അല്ലേ. ഇത് കൂടെ 10 റൗണ്ട് നടന്നാല് അത് സന്തോഷം കിട്ടാണെങ്കിൽ ഞാൻ ചെയ്തിരുന്നു. ബട്ട് ഇക്കേ ഫോണുമ്മ കളിച്ചിരിക്കുക. എവിടെ എടുത്തു ആ മഹാനായ വ്യക്തി ഫോണുമ്മ കളിച്ചിരിക്കുക. ഞാൻ പറയുന്ന വീട്ടിലിരുന്നാ പോലെ. എന്താണ് മനുഷ്യന്മാർ. ഓ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് നമ്മളെ വീട്ടിക്ക്, നമ്മളെ നാട്ടിക്ക്. ലഞ്ച് എന്നാണ് ഇറങ്ങിയതാണ് കേട്ടോ. ഋഷു പോകുന്നില്ല, ഓന് വേണ്ടത്ര. ഓന് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചിക്കൻ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.